ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര.
തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തോട് അടുത്തിരിപ്പാൻ നമുക്കൊരവസരം കൂടി കർത്താവ് തന്നിരിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ പ്രവേശിച്ചവരും ആത്മീയ ജീവിതം ഇതുവരെയും ആരംഭിച്ചിട്ടില്ലാത്തവരും ഈ തിരുവചനം കേൾക്കുന്നവരിലുണ്ട്. നാം ധാരാളമായി ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും ദൈവവചനം കേട്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് നമ്മുടെ ജീവിതം സമർപ്പിക്കുവാൻ ഭാഗ്യം ലഭിച്ച അനേകരിന്ന് ഈ തിരുവചനം കേൾക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും ഒരനുഭവമായി തീരാതെ ഇന്നും ആ പഴയ ജീവിതത്തിൽ ജീവിക്കുന്നവർ അനേകരുണ്ട്. ആത്മീയ ജീവിതം തുടങ്ങുക അത് വളരെ പ്രയാസമുള്ളത് തന്നെയാണ്, ഒരു മാനസാന്തരം. എന്നാൽ മാനസാന്തരം ലഭിച്ച അനേകരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പിൽക്കാലത്ത് അനേകരും ദൈവവചനം വിട്ട് മാനസാന്തരം വിട്ട് ഒരു കാലത്ത് ലോകം വിട്ട് യേശുക്രിസ്തുവിനോടുകൂടെ ജീവിക്കാൻ സമർപ്പണമെടുത്ത അനേകരും ഈ ലോകത്തിലേക്ക് തന്നെ അവരുടെ പഴയ ജീവിതത്തിലേക്ക്, പഴയകാല അനുഭവങ്ങളിലേക്ക് ദൈവത്തെയും ദൈവജനത്തെയും തള്ളിപ്പറഞ്ഞ് അവർ സ്വന്തം വഴികളിലേക്ക് പോകുന്ന ഒരു അനുഭവം നാം പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ വീണുപോകുക അല്ലെങ്കിൽ വഴിമത്തി വീണുപോയ അനുഭവമുള്ള അനേകരുണ്ട്. നമ്മുടെ കണ്ണിന് മുമ്പിൽ അനേകരെ നാം കണ്ടിട്ടുണ്ട്. ആത്മീയ യാത്ര ആരംഭിച്ചവരാണ്, എന്നാൽ അത് പൂർത്തീകരിക്കുവാൻ കഴിയാതെ പോയവർ. ഇസ്രായേൽ മക്കളുടെ ചരിത്രം പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെയും ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട ബഹുഭൂരിപക്ഷം പേർക്കും ആ യാത്ര പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ആത്മീയ ജീവിതത്തിലെ ഭയനിർദ്ദേശമാണ് ഇസ്രായേൽ മക്കളുടെ ചരിത്രം. അവരിൽ മിക്കപേരും രക്ഷപ്പെട്ടില്ല, കനാൻ ദേശത്ത് എത്തിയില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന്. പ്രിയപ്പെട്ട ക്രിസ്തീയ ജീവിതം കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്ന ജീവിതമാണ്. യേശുക്രിസ്തുവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ജീവിതമാണ്. യേശുക്രിസ്തു പ്രസാദിക്കുന്ന ഒരു ജീവിതം നയിക്കണമെന്നുള്ള ദാഹത്തോടും ആർത്തിയോടും കൂടെ കർത്താവിനെ പിൻപറ്റുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 43-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു മനുഷ്യൻ പിശാചിൻ്റെ പിടിയിൽ അമർന്നു പോയവൻ. എന്നാൽ അവൻ ഒരു കാലത്ത് പിശാചിനോട് യാത്ര പറഞ്ഞു, എന്നാൽ പിന്നെയും അവൻ്റെ ജീവിതത്തിൽ പൈശാചികൻ അവകാശം പറഞ്ഞതും അവൻ്റെ ഹൃദയത്തിലേക്ക് ശത്രു കടന്നു വന്നതുമായിട്ട് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 43-ാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോകുന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. ദൈവത്തിന് സ്തോത്രം. ഈ വേദഭാഗം തന്നെ ലൂക്കോസിലെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 24 മുതൽ വായിക്കുമ്പോൾ അവിടെയും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട് നീരിറ്റാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. മനുഷ്യഹൃദയം വിട്ടുപോയ അശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവിന് വിരുദ്ധമായി നിൽക്കുന്ന ആ ആത്മാവ് ഒരു മനുഷ്യഹൃദയത്തെ വിട്ടുപോയതാണെന്നാൽ ആ ആത്മാവ്, ആ ദുരാത്മാവ് അന്വേഷിക്കുകയാണ്. അവന് കയറി പാർക്കുവാൻ തക്കതായ ഒരിടം അവൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ദുരാത്മാവിന് അല്ലെങ്കിൽ പൈശാചിക ശക്തികൾക്ക് വസിക്കുവാൻ ജീവനുള്ള ഏതെങ്കിലും ഒരു വസ്തു ആവശ്യമാണ് എന്ന്. ആ ഭൂതഗ്രസ്തൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവ് 6000 ഭൂതങ്ങളെ ശാസിച്ചകറ്റിയപ്പോൾ ആ ദുരാത്മാക്കള് ഭൂതങ്ങൾ ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ആ പന്നിക്കൂട്ടത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അനുവാദം വേണമെന്ന്. തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ആ പന്നികൾ കടുംതൂക്കത്തോടെ കടലിലേക്ക് വീണ് മരിച്ചു എന്ന്. എപ്പോഴും ദുരാത്മാവ്, പ്രിയപ്പെട്ട പൈശാചികന്റെ ശക്തികൾ ജീവനുള്ള ഒരു വസ്തുവിൽ ആവസിക്കുവാൻ കാത്തിരിക്കുക, അല്ലെങ്കിൽ അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാം വായിച്ചു, ഒരു മനുഷ്യനിൽ നിന്ന് വിട്ടുപോയ ഒരു ദുരാത്മാവ്, അത് തണുപ്പുള്ള അല്ലെങ്കിൽ നീരുള്ള എന്ന് പറഞ്ഞാൽ അവന് വസിക്കുവാൻ ഇടമുള്ള അനുയോജ്യമായ
ഒരു ഹൃദയം അല്ലെങ്കിൽ ഒരു ജീവനുള്ള വസ്തുവിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ആ യാത്രയിൽ അന്വേഷിച്ചുവെങ്കിലും അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കയറിപ്പറ്റുവാൻ ആത്മാവിന് കഴിഞ്ഞില്ല. അത് ഒരു മനുഷ്യഹൃദയത്തിൽ വസിച്ച ആത്മാവായിരുന്നു, ഒരു മനുഷ്യനെ നിയന്ത്രിച്ചിരുന്ന ദുരാത്മാവായിരുന്നു, അശുദ്ധാത്മാവായിരുന്നു. എന്നാൽ പിന്നീട് അത് അന്വേഷിച്ചിട്ട് അതിന് തക്കതായ ഒരിടം കണ്ടെത്താതെ വന്നപ്പോൾ അവിടെ നാം വായിക്കുന്നുണ്ട്, ഞാൻ പുറപ്പെട്ടു പോകുന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് അവൻ പറയുന്നു. അവൻ അന്വേഷിച്ചിട്ട് അവന് തക്കതായ ഒരിടം കണ്ടെത്താതെ വന്നപ്പോൾ അവൻ അന്വേഷിക്കുകയാണ്. ഇത് ഞാൻ വിട്ടുപോകുന്ന ആ മനുഷ്യഹൃദയത്തിലേക്ക് തന്നെ അവൻ തിരികെ വരികയാണ്. ആ ദുരാത്മാവ് വിട്ടുപോയ മനുഷ്യനിലേക്ക് തന്നെ ആ ദുരാത്മാവ് വരികയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യഹൃദയം ഒരിക്കലും ശൂന്യമായി കിടക്കാൻ കഴിയുന്നതല്ല. ദൈവവചനം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മനുഷ്യഹൃദയം ഒരിക്കലും ശൂന്യമായിരിക്കുകയില്ല. ഒന്നുകിൽ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കും, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ അധിപതിയായ പ്രിയപ്പെട്ട ഏദൻ തോട്ടത്തിൽ ആദാമിനെയും ഹവ്വായെയും വഞ്ചിച്ച ആ വഞ്ചകനായ പിശാചിൻ്റെ ആത്മാവ് വസിക്കും. മനുഷ്യഹൃദയം ഒരിക്കലും ശൂന്യമായിരിക്കുകയില്ല. ഈ ദുരാത്മാവ് അന്വേഷിച്ചൊരിടം കണ്ടെത്താതെ വന്നപ്പോൾ ആ വിട്ടുപോകുന്ന ഭവനത്തിലേക്ക്, അല്ലെങ്കിൽ ആ വിട്ടുപോകുന്ന മനുഷ്യന്റെ അരികിലേക്ക് തന്നെ അവൻ മടങ്ങി ചെല്ലുമെന്ന് അവൻ തീരുമാനിച്ചു. അവൻ മടങ്ങി വന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചു വാരിയതും അലങ്കരിച്ചതുമായി കണ്ടു. അവൻ വിട്ടുപോയിട്ട് ചില ദിവസങ്ങളായി, അല്ലെങ്കിൽ ചില മാസങ്ങളായി, അല്ലെങ്കിൽ ചില വർഷങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് ആ ദുരാത്മാവ് മടങ്ങി വന്ന് ആ മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ, ആ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ അത് ഒഴിഞ്ഞതാണ്, അടിച്ചു വാരിയതാണ്, അലങ്കരിച്ച് വെച്ചിരിക്കുന്നതാണ്, വളരെ മനോഹരമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ദുരാത്മാവ് കാണുകയാണ് ആ മനുഷ്യന്റെ ഹൃദയം അടിച്ചു വാരി അലങ്കരിച്ച് പ്രിയപ്പെട്ടവരെ അത് ഒരുക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ അവിടെ ആരും വസിക്കുന്നില്ല എന്ന്. അവിടെ അലങ്കരിച്ചിട്ടുണ്ട്, അടിച്ചു വാരിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ അത് ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്നാൽ ഒഴിഞ്ഞു കിടക്കുന്ന ഇടം തേടിയാണ് ഈ അശുദ്ധാത്മാവ് നടന്നത്. ഒഴിഞ്ഞു കിടന്ന ഇടത്ത് വസിക്കുവാനാണ് അശുദ്ധാത്മാവ് മടങ്ങി വന്നത്. അപ്പോൾ അവൻ കാണുകയാണ്, അവൻ പണ്ട് വസിച്ചിരുന്ന ആ ഹൃദയം, ആ മനുഷ്യന്റെ ഹൃദയം അത് അടിച്ചു വാരിയിട്ടുണ്ട്, അലങ്കരിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഒഴിഞ്ഞു കിടക്കുകയാണെന്ന്. ദൈവമക്കളെ, എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? യേശുക്രിസ്തുവിന്റെ വചനം കേട്ടപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പർശനം അവന് ലഭിച്ചപ്പോൾ അവൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. അവന്റെ ഹൃദയത്തിൽ നിന്ന് ആ ദുരാത്മാവ് ഇറങ്ങിപ്പോയതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവൻ ഹൃദയം അടിച്ചു വാരി അലങ്കരിച്ചു. ഒരു വിധത്തിൽ അവന്റെ ജീവിതമൊക്കെ ക്രമപ്പെടുത്തി. എന്നാൽ അവിടെ നാം വായിക്കുകയാണ്, ആ ഹൃദയം ശൂന്യമായി അല്ലെങ്കിൽ ഒഴിഞ്ഞിരിക്കുകയാണെന്ന്. അതിൽ ആരും വസിക്കുന്നില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ വസിക്കുവാൻ യേശുക്രിസ്തുവിനെ ക്ഷണിച്ച്, കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ഹൃദയം തുറന്നു കൊടുത്ത് അവനെ നമ്മുടെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ ഇരുത്തുവാൻ ആ മനുഷ്യന് കഴിഞ്ഞില്ല എന്ന് മനസ്സിലാക്കണം. ഒരുപക്ഷെ കൂട്ടായ്മയോട് ചേർന്നായിരിക്കാം, ദൈവവചനം കേൾക്കുന്നുണ്ടായിരിക്കാം, കൂട്ടായ്മയിൽ പല ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ പിശാച് നോക്കിയപ്പോൾ, അശുദ്ധാത്മാവ് നോക്കുമ്പോൾ അവന്റെ ഹൃദയം ഒഴിഞ്ഞു കിടക്കുകയാണ്, ശൂന്യമായി കിടക്കുകയാണ്. അത് മനോഹരമാക്കിയിട്ടുണ്ട്, അലങ്കരിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ ഒരു ശൂന്യത, ആ ഹൃദയത്തിൽ ആരും വസിക്കാത്ത അനുഭവം. പ്രിയപ്പെട്ട മനുഷ്യ ഹൃദയത്തിന്റെ പ്രത്യേകതയാണത്. ശൂന്യമായി കിടക്കാൻ കഴിയുകയില്ല. ഒന്നുകിൽ കർത്താവായ യേശുക്രിസ്തു, അല്ലെങ്കിൽ പിശാച്. പ്രിയപ്പെട്ട രീതിയിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എപ്പോഴും ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ട്. നാം നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. എന്റെ ഹൃദയത്തിൽ ആരാണ് വസിക്കുന്നത്? എന്റെ ഹൃദയത്തിന്റെ സിംഹാസനത്തില് ആരാണ് ആരൂഢസ്ഥനായി ഇരിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവാണോ, അതോ ഈ ലോകത്തിന്റെ അധിപതിയായ പിശാചാണോ നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നതെന്ന്? പ്രിയപ്പെട്ടത്, ഒരുപക്ഷെ നാം ചില ക്രമീകരണങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്നാൽ അത് ശൂന്യമായി കിടക്കുകയാണോ? ഒരിക്കൽ നമ്മെ വിട്ടുപോയ ആ ദുരാത്മാക്കൾ അല്ലെങ്കിൽ അശുദ്ധാത്മാക്കള് അവരന്വേഷിച്ചു കൊണ്ട് നടക്കുകയാണെന്ത്? എനിക്ക് കയറിപ്പറ്റാൻ അനുകൂലമായ ഒരു സാഹചര്യമുള്ള മനുഷ്യൻ എവിടെയുണ്ട് എന്ന്. ആരുടെ ഹൃദയത്തിലാണ് ഞാൻ വസിക്കേണ്ടത്? ആരിലൂടെയാണ് ഞാൻ ഈ ലോകത്തില് കർത്താവിന് വിരുദ്ധമായി പ്രവർത്തിക്കേണ്ടതെന്ന്? പ്രിയപ്പെട്ടവരെ, വിട്ടുപോയ ദുരാത്മാക്കൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പിന്നെയും വന്ന് അവൻ എത്തി നോക്കുകയാണ്. അപ്പോൾ ആ അശുദ്ധാത്മാവ് കണ്ടു, ആ ഹൃദയം അടിച്ചു വാരിയിട്ടുണ്ട്, അലങ്കരിച്ചിട്ടുണ്ട്. എന്നാൽ അത് ശൂന്യമായി കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ശൂന്യമായി കിടക്കുന്ന ഹൃദയം കണ്ടപ്പോൾ ദുരാത്മാവ് സന്തോഷിച്ചു, അവനതിൽ ആനന്ദം കണ്ടു. ആ ഒരു ദുരാത്മാവ് മനുഷ്യനെ വിട്ടുപോയി എങ്കിൽ ദൈവമക്കളെ അടിച്ചു വാരിയതും അലങ്കരിച്ചതും ശൂന്യമായി കിടക്കുന്നതുമായ
ആ ഹൃദയം കണ്ടിട്ട് അവൻ അപ്പോൾ തന്നെ അതിലേക്ക് കയറി വസിക്കുന്നില്ല. നമുക്ക് വായിക്കാം. അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. ആ ഒരാത്മാവ് വിട്ടുപോയ സ്ഥലത്ത് അവൻ തനിയെ അവിടെ കയറി വസിക്കുന്നില്ല. കാരണം അതിൽ ചില ക്രമീകരണങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ, അതുവരെ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ വസിച്ചിരുന്നതിനേക്കാൾ വലിയ ദുഷ്ടതയേറിയ ക്രൂരന്മാരായ പ്രിയപ്പെട്ടവരെ 7 ആത്മാക്കളെയും കൂടെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അവന്റെ ഹൃദയത്തിൽ വസിച്ചിരുന്ന 1 7 കൂടിയപ്പോൾ 8 ദുരാത്മാക്കള്. പ്രിയപ്പെട്ടവരെ, അവിടെ നാം വായിക്കുന്നുണ്ട്, ഈ 8 ദുരാത്മാക്കളാണ് പിന്നെ അവന്റെ ഹൃദയത്തിലേക്ക് കടന്നുകൂടിയത്. ആ മനുഷ്യനെ നിയന്ത്രിക്കുന്നത് ഈ 8 ദുരാത്മാക്കളുടെ വ്യാപാരമാണ്. അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തിനേക്കാളും അധികം വഷളായി പോയി എന്ന്. കാരണം 1 ഉണ്ടായിരുന്ന സ്ഥാനത്ത് പ്രിയപ്പെട്ടവർ ഇന്ന് 7 കൂടി വന്ന് 8 ഹൃദയത്തിൽ വസിക്കുന്നത്. എന്താണ് പ്രിയപ്പെട്ടവർ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്? പാപത്തിൽ ജീവിച്ച മനുഷ്യൻ പാപം വിട്ട് ജീവിക്കാൻ ജീവിതത്തിൽ ഒരു സമർപ്പണം എടുത്ത് കുറെ കാലമെല്ലാം പ്രിയപ്പെട്ടവരെ കർത്താവിനോടുകൂടെ ജീവിച്ചു. എന്നാൽ പിന്നെ അങ്ങനെയുള്ള മനുഷ്യൻ പിന്മാറിപ്പോയാൽ അവന്റെ ജീവിതത്തിൽ വരുന്ന വലിയൊരു കെടുതിയാണ് അവർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. മുമ്പിലത്തേക്കാളും വലിയ ആപത്തുകളിലേക്ക്, അനർത്ഥങ്ങളിലേക്ക്, കൊടിയ പാപങ്ങളിലേക്ക്, ബന്ധനങ്ങളിലേക്കെല്ലാം ദുരാത്മാക്കൾ അവനെ കൊണ്ടുപോവുകയാണെന്ന്. ആ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. കർത്താവ് പറയുകയാണ്, ആ മനുഷ്യന്റെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയായി തീരുമെന്ന്. ദൈവമക്കളെ, ദൈവവചനത്തില് പിന്മാറിപ്പോയാലുള്ള അനുഭവങ്ങൾ പലതും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്മാറ്റക്കാരെ ഒരിക്കലും മടക്കി വരുത്തുവാൻ കഴിയുകയില്ല എന്ന് ഈ തിരുവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നാം ഒന്ന് ചിന്തിച്ച് നോക്കണം ദൈവമക്കളെ. ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു പിന്മാറ്റക്കാരനാണോ? എൻ്റെ ഹൃദയം ഇന്ന് തളർത്തിരിക്കുകയാണോ? എൻ്റെ ആത്മീയ ജീവിതം മുരടിച്ചിരിക്കുകയാണോ? പലവിധമായ പ്രിയപ്പെട്ട ചിന്താക്കുഴപ്പങ്ങൾ നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നുണ്ടോ? നാം ഹൃദയം കൊണ്ട് പിന്മാറ്റത്തിലാണോ? ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അവർ ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് പോയി എന്ന്. അവർ കനാൻ ദേശത്തുള്ള യാത്രയോട് കൂടെയാണ്, യാത്രാസംഘത്തിലാണ്, മോശയുടെ കൈക്കീഴാണെന്നാൽ തിരുവചനം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അവരുടെ ഹൃദയം മിസ്രൈമിലായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, അവര് ആ മിസ്രൈമിലെ ഇറച്ചിക്കലങ്ങളും വെള്ളിരിക്കയും മത്തങ്ങയും ചിറ്റുള്ളിയും പ്രിയപ്പെട്ടവരെ അവരുടെ ആ ആഹാരത്തിലും എല്ലാം അന്ന് പീഡയുണ്ടായിരുന്നെങ്കിലും മരുഭൂമിയിലെ യാത്രയില് അവരുടെ ഹൃദയം കൊതിക്കുകയാണ് അതൊക്കെ മതിയായിരുന്നു എന്ന്, അതായിരുന്നു നല്ലതെന്ന്. യൗവനക്കാരാ, വിട്ടുപോകുന്നത് എന്തെങ്കിലും നിന്നെ മാടി വിളിക്കുന്നുണ്ടോ? യൗവനക്കാരി, വിട്ടുപോകുന്ന പാപ സാഹചര്യങ്ങൾ ഏതെങ്കിലും നിന്നെ മാടി വിളിക്കുന്നുണ്ടോ? നീ ഇന്നതിൽ പെട്ടുപോയിട്ടുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ചു നോക്കണം. ഹൃദയം പിന്മാറിപ്പോയ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ ഹൃദയം പിന്മാറിപ്പോകുന്ന അനുഭവം, ഹൃദയം കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുപോകുന്ന അനുഭവം ദൈവമക്കളെ നാം മനസ്സിലാക്കിക്കൊള്ളണം. ഒരു കാലത്ത് നമ്മെ വിട്ടുപോയ ആ ഭൂതങ്ങളും ദുരാത്മാക്കളും പൈശാചിക വ്യാപാരങ്ങളുമെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിലേക്ക് വല്ലപ്പോഴും ഒക്കെ വന്ന് എത്തി നോക്കുന്നുണ്ട്. അവിടെ ഒരു പഴുതുണ്ടോ? അവിടെ ഒരു ഇടമുണ്ടോ? എനിക്ക് കയറാൻ ഇടമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒരു പഴുതുണ്ടെങ്കിൽ, ഒരു ഇടമുണ്ടെങ്കിൽ അവൻ അവനേക്കാൾ ദുഷ്ടതയേറിയ 7 ആത്മാക്കളെ കൂടി കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ കാവലോടെ കാത്തിരിക്കുന്ന, ലജ്ജയില്ലാത്ത, ജാഗരൂകനായിരിക്കുന്ന ഒരു പൈശാചികനുണ്ട് ദൈവമക്കളെ. ഇത് ആത്മീയ ജീവിതം വളരെ കരുതലോടെ മുമ്പോട്ട് പോകേണ്ടതാണ്. നമുക്ക് വായിക്കാം 2 പത്രോസിന്റെ ലേഖനം. അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും പ്രിയപ്പെട്ടവരെ, ആരാ? പിന്മാറ്റക്കാരൻ. ഒരിക്കൽ കർത്താവിനോട് വാക്ക് പറഞ്ഞിട്ട് പിന്മാറിപ്പോയതിനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. ദൈവത്തിന്റെ സ്തോത്രം. തന്റെ മുമ്പിലത്തെ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന, യേശുവിനെ അറിയുന്നതിന് മുമ്പ് ജീവിതത്തിലുണ്ടായിരുന്ന ആ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. മനുഷ്യൻ മറന്നുപോവുകയാണ് കാലങ്ങൾ കഴിയുമ്പോൾ. ആത്മീയ ജീവിതത്തിൽ തഴക്കവും പഴക്കവും വരുമ്പോൾ, പ്രകടമായ പാപങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ വരുന്നതാണ് എന്ത്? പഴയ കാലത്ത് ഞാൻ ആരായിരുന്നു എന്ന്, എന്നെ എവിടെ നിന്നാണ് കർത്താവ് വിളിച്ചതെന്ന്, എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ലഭിച്ച ആ ശുദ്ധീകരണം അത് മറന്നുപോകുകയാണ്. അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. ദൈവമക്കളെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം എന്നും പാപിയാണെന്ന് പറഞ്ഞ്
നിരാശപ്പെട്ടും കുമ്പിട്ടും ഇരിക്കേണ്ടതല്ല ആത്മീയ ജീവിതം. എന്നാൽ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ത്? ഞാൻ ആരായിരുന്നു എന്ന്, എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട് എന്ന്, ഞാൻ ഒരിക്കലും മോചനം കിട്ടാത്ത പിശാചിന്റെ കരങ്ങളിൽ വലഞ്ഞുപോയൊരു കാലമുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, ആ പാപത്തിന്റെ ഊരാക്കുടുകളിൽപ്പെട്ട് വലഞ്ഞ കാലത്ത് കരുണയുള്ള കർത്താവിന്റെ ആത്മാവ് അതിൽ നിന്നെല്ലാം എന്നെ വിടുവിച്ചു. പോരാ, എന്റെ കഴിഞ്ഞകാല പാപങ്ങളിൽ നിന്നെല്ലാം എനിക്ക് തിരുരക്തത്താലുള്ള കഴുകലും ശുദ്ധീകരണവും നീതീകരണവും തന്ന് ഞാനിന്നൊരു ദൈവവേദലാണെന്നുള്ള ആ ബോധ്യം അത് ഒരിക്കലും നാം മറന്നു പോകരുത്. ദൈവമക്കളെ, അവൻ ക്രിസ്തു ദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ നാം ഒരിക്കലും മറക്കരുത്. തിരുവചനം പറയും, നിങ്ങൾ വെട്ടിയെടുത്ത പാറയെങ്കിലേക്കും കുഴിച്ചെടുത്ത ഹരിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീനെന്ന്. എന്നെ എവിടെ നിന്നാണ് വിളിച്ചത്? എൻ്റെ പാരമ്പര്യം എന്തായിരുന്നു? എൻ്റെ പിതാക്കന്മാരുടെ പാരമ്പര്യം എന്തായിരുന്നു? എൻ്റെ കുടുംബത്തിന്റെ പാരമ്പര്യം എന്തായിരുന്നു? ദൈവമക്കളെ, അതിൽ നിന്നെല്ലാം കർത്താവ് കൃപയാലൊരു മാനസാന്തരവും വീണ്ടും ജനനവും ശുദ്ധീകരണവും തന്നെ എന്നെ നിർത്തിയിരിക്കുന്നു എന്നുള്ള ആ നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തില് പോയ ഏടുകള് ദൈവമക്കളെ എപ്പോഴും നമുക്ക് ആ ബോധ്യം വേണം. എന്നെ ആരാണ് അവിടുന്ന് വിടുവിച്ചതെന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. കഴിഞ്ഞ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം ഒരിക്കലും മറന്നു പോകരുത് ഞാൻ ആരായിരുന്നു എന്ന്. വായിക്കാം നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 4-5 വായിക്കാം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവൻ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ദൈവത്തിന്റെ സ്തോത്രം. മുമ്പേ നാം വായിച്ചു കേട്ടു, മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നു കളഞ്ഞു എന്ന് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ. പ്രിയപ്പെട്ടവരെ, പ്രകാശനം, ആത്മാവിന്റെ അന്ധകാരം മാറി ആത്മീയ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം, ദൈവമക്കളെ മാനസാന്തരം, ദൈവത്തിന്റെ കൃപ, ആ സ്വർഗീയദാനം നാം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തവരാണ്. ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും. പ്രിയപ്പെട്ടവരെ, എന്താണ് ശരിയായൊരു മാനസാന്തരത്തിന്റെ അനുഭവം? വരുവാനുള്ള ലോകത്തിന്റെ ശക്തി. ദൈവമക്കളെ, അമാനുഷികമായ ഒരു ശക്തി നമ്മെ ഭരിക്കുകയാണ്. എന്ത്? നിരാശയിൽ ജീവിച്ച മനുഷ്യന് ജീവിക്കാനുള്ള പ്രത്യാശ ലഭിക്കുന്നു. മരണത്തിനപ്പുറം എന്തേന്ന് ചിന്തിച്ച് ഭയപ്പാടോടെ ജീവിച്ച മനുഷ്യന് മരണത്തിനപ്പുറം ഞാൻ യേശുക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് കടന്നു ചെല്ലുമെന്നുള്ള ആ ഉറപ്പും ധൈര്യവും പ്രത്യാശയും ലഭിക്കുന്നു. ദൈവമക്കളെ, ദൈവവചനത്താലുള്ള വീണ്ടെടുപ്പും മാനസാന്തരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ലഭിച്ച ദൈവമക്കൾ അതെല്ലാം ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, അങ്ങനെയുള്ളവർക്കും വരാവുന്നതാണ് പിന്മാറ്റം. വായിക്കാം. പിന്മാറിപ്പോയാൽ, വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും. അങ്ങനെ ജീവിതത്തിൽ പിന്മാറ്റമുണ്ടെങ്കിൽ, ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ പിന്മാറ്റം വന്നാൽ അത് എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവർ അങ്ങനെ പിന്മാറിപ്പോയവര് അവർ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ പിന്നെയും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട്. ആർക്ക്? കർത്താവായ യേശുക്രിസ്തുവിന് ലോകാപവാദം വരുത്തുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ നാമം, യേശുക്രിസ്തുവിനെ അറിയാത്ത ജാതികളുടെ ഇടയിൽ ദൂഷിക്കപ്പെടുകയാണ്. എന്തുകൊണ്ട്? ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവും ദൈവവചനവും ദൈവസ്നേഹവും എല്ലാം കിട്ടിയവര്, പ്രിയപ്പെട്ടവരെ, പിന്മാറിപ്പോയാൽ അവർ തങ്ങൾക്ക് തന്നെ യേശുക്രിസ്തുവിനെ പിന്നെയും ക്രൂശിക്കുന്നവരും കർത്താവിന് ലോകാപവാദം വരുത്തുന്നവരുമാണ്. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, നാം പിന്മാറിപ്പോയാൽ, നാം ഈ കൂട്ടായ്മയിൽ വന്നിട്ട് പ്രിയപ്പെട്ടവരെ ദൈവവചനത്തോളം ജീവിച്ചില്ല എങ്കിൽ, നാം കേൾക്കുന്ന വചനപ്രകാരം ജീവിച്ചില്ല എങ്കിൽ, നാം ചേർന്ന് നിൽക്കുന്ന രംഗത്തിന് ഒത്തവണ്ണം നാം ജീവിച്ചില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം കർത്താവായ യേശുക്രിസ്തുവിന് ഈ ലോകത്തില് അപവാദം വരുത്തുന്നവരാണ്. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഞാനും നിങ്ങളും ചേർന്ന് നിൽക്കുന്ന രംഗത്തിന്, ഞാനും നിങ്ങളും കേൾക്കുന്ന തിരുവചനത്തിന്, ദൈവമക്കളെ, യേശുക്രിസ്തുവിന്റെ ആ ക്രൂശിൽ നിന്നൊഴിയ തിരുരക്തത്താല് കഴുകൽ പ്രാപിക്കാൻ ഭാഗ്യം ലഭിച്ച ഞാനും നിങ്ങളും ഇന്ന്
പ്രിയപ്പെട്ടവരെ, പിന്നെയും പാപം ചെയ്ത് യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാണോ എന്ന്. ദൈവമക്കളെ, ഒരു വിശ്വാസി പിന്മാറിപ്പോയാൽ അത് യേശുക്രിസ്തുവിന്, പ്രിയപ്പെട്ടവരെ, അവൻ തന്നെ പിന്നെ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നവനും അവന്റെ ജീവിതം മൂലം, അവന്റെ പിന്മാറ്റം മൂലം, അവന്റെ പഴയകാല ജീവിതത്തിനേക്കാളും വഷളായ ജീവിതം മൂലം അവൻ കർത്താവിന് ലോകാപവാദം വരുത്തുന്നവനുമാണെന്ന്. ദൈവമക്കളെ, നമ്മുടെ ജീവിതം കൊണ്ടിന്ന് യേശുക്രിസ്തുവിന് അപവാദമുണ്ടോ, അപമാനമുണ്ടോ അവന്റെ നാമത്തിന്? ദൈവമക്കളെ, ഞാൻ പിന്നെയും ചോദിക്കട്ടെ, നാം ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയ്ക്ക് ഞാനിന്നൊരു അപമാനമാണോ? ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊത്തവണ്ണമാണോ നീ നിൽക്കുന്നത്? പരിശുദ്ധാത്മാവുള്ള രംഗമാണെന്നും കർത്താവ് നടത്തുന്ന കൂട്ടായ്മയാണെന്നെല്ലാം നാം പറയുകയും കേൾക്കുകയും, പ്രിയപ്പെട്ട, എന്നാൽ ഈ എൻ്റെയും നിങ്ങളുടെയും ജീവിതം അതിനൊത്തവണ്ണമാണോ സഹോദര? ഒരണുവിൽ പോലും തെറ്റുപറ്റാതെ ദൈവമക്കളെ യേശുക്രിസ്തുവിനോടുകൂടെ ജീവിക്കാൻ നിങ്ങൾക്ക് സമർപ്പണമുണ്ടോ? ദൈവമക്കളെ, നിങ്ങളൊക്കെ ചിന്തിക്കും, അങ്ങനെയൊക്കെ ജീവിക്കാൻ സാധിക്കുമോ എന്ന്. എനിക്കും നിങ്ങൾക്കും ചിലപ്പോൾ സാധിച്ചെന്ന് വരികയില്ല ദൈവമക്കളെ. എന്നാൽ ഞാൻ പറയും, എൻ്റെ യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായമുണ്ടെങ്കിൽ ദൈവമക്കളെ നമുക്ക് ജയജീവിതമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് ഹൃദയത്തിൽ വസിക്കുന്നുവെങ്കിൽ അവന് ജയജീവിതമുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം നിരാശപ്പെട്ട് വീണും താണും എഴുന്നേറ്റും അയ്യോ ഞാൻ വീണു പോകുമോ, എനിക്ക് പാപം പറ്റുമോ, ഞാൻ കോപിച്ചു പോകുമോ, എനിക്ക് രോഗം വരുമോ, എനിക്ക് ഈ ലോകത്തെങ്കിലും കഷ്ടത വരുമോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നിരാശപ്പെട്ട് ഭയപ്പെട്ടു പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. പിന്നെയോ, എനിക്കൊരു ഉടയവനുണ്ട്, അവനെന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്, അവിടുന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്, എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന്. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. അവന്റെ കൂടെയാണ് യാത്രയെങ്കിൽ നാം ഭയപ്പെടേണ്ട കാര്യമില്ല, നാം നിരാശപ്പെടേണ്ട കാര്യമില്ല. ദൈവമക്കളെ, ഏത് സാഹചര്യത്തിൽ ചെന്ന് പറ്റുമ്പോഴും അവൻ തക്ക സമയത്ത് നമ്മളെ ഇവിടെ നടത്തും. ദൈവമക്കളെ, നമുക്ക് വായിക്കാം പത്രോസ്ലീഹയുടെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിക്കാം. നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. ആത്മാവ് ഓർപ്പിക്കുകയാണ്, നിങ്ങൾ എത്ര ഭക്തിയും വിശുദ്ധ ജീവനവും ഉള്ളവരായിരിക്കണം. ദൈവമക്കളെ, ഒരു ദൈവവൈതല് എത്ര ഭക്തിയോടെ ജീവിക്കേണ്ടതാണ്. വിശുദ്ധ ജീവിതവും ഭക്തിയും ഉള്ളവരായിരിക്കണം. ദൈവമക്കളെ, പുറമേയുള്ള ഭക്തിയല്ല, ആന്തരിക വിശുദ്ധി. ഈ ലോകത്തിലെ മനുഷ്യൻ കാണുന്നത് പോലെയല്ല. ഹൃദയങ്ങളെ അറിയുന്ന കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് ആന്തരിക വിശുദ്ധിയുണ്ടോ? നമുക്ക് യേശുക്രിസ്തുവിനോടുള്ള യഥാർത്ഥമായ ഭക്തിയുണ്ടോ? വായിക്കാം, നമുക്ക് 1 യോഹന്നാൻ 2:15 മുതൽ വായിക്കാം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരു ദൈവവൈതലിന് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പാണ്. ദൈവത്തിന് സ്തോത്രം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. വായിച്ചോ. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, ഒരു വിശ്വാസി ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. വായിച്ചോ. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല. അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് എന്തെല്ലാമാണ് ഒരു ദൈവവൈതലിനെ ഈ യേശുവിൽ നിന്ന് അകറ്റുന്നതെന്ന്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ഈ ലോകത്തിലുള്ള മോഹങ്ങളെല്ലാം പിതാവിൽ നിന്ന്, യേശുക്രിസ്തുവിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന്, കൃപയിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്നതാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഏദൻ തോട്ടത്തില് ആദിമ മാതാവായ ഹൗവായെ പിശാചു വഞ്ചിച്ചതും ഈ മോഹങ്ങൾ കൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന് 3 മുതൽ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട്, ഹൗവ നോക്കി ആ വൃക്ഷഫലം തിന്മാൻ നല്ലതാണെന്ന് കണ്ടു, ജഡമോഹങ്ങളെ അതിലേക്ക് ആകർഷിച്ചു. പിശാചു പറഞ്ഞു കൊടുത്തു, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമാണെന്ന്, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന്. ദൈവമക്കളെ, ആ ജീവനത്തിന്റെ പ്രതാപം 3-ാമതവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പരീക്ഷകൾ തന്നെയാണ്. ഒന്ന് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. അതേ പരീക്ഷകൾ തന്നെയാണ് നമ്മുടെ കർത്താവിനും ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ പിശാച് പരീക്ഷിക്കുമ്പോൾ നാം വായിക്കുന്നുണ്ട്, യേശു വിശന്നിരുന്നപ്പോൾ പിശാച് അവന്റെ അരികിലേക്ക് ചെന്ന് അവനോട് പറഞ്ഞു, ഈ കല്ലുകൾ അപ്പമായി തീരാൻ നീ കൽപ്പിച്ചാൽ അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന്. കർത്താവിനെ ജഡമോഹത്തിലൂടെ പരീക്ഷിച്ചു. പിന്നീട് പിശാച് സകല രാജ്യങ്ങളെയും ഉയർന്നൊരു സ്ഥലത്ത് നിർത്തി കാണിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം എന്റെയാണ്. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, യേശുവിനോട് പിശാച് പറഞ്ഞതാണ്, ഇതെല്ലാം എന്റെയാണ്, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി, ഇതെല്ലാം നിനക്ക് തരാമെന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ പിശാച് പരീക്ഷിക്കുകയാണ്. പിന്നീട് അവൻ കർത്താവിനോട് പറഞ്ഞു, ഏറ്റവും ഉയർന്ന സ്ഥലത്ത്
പ്രിയപ്പെട്ടവരെ ഗോപുരത്തിന്റെ മുകളിൽ നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവോത്രനല്ലേ, നീ താഴോട്ടൊന്ന് ചാടിക്കേ, നിന്നെ ദൈവദൂതന്മാര് കയ്യിൽ വഹിച്ചുകൊള്ളുമെന്ന്. ദൈവമക്കളെ, യേശുക്രിസ്തുവും പരീക്ഷകളെ നേരിടേണ്ടി വന്നു. പ്രലോഭനങ്ങൾ പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ അരികിലേക്കും വന്നതാണ്. ജഡമോഹവും കൺമോഹവും ജീവനത്തിന്റെ പ്രതാപവും. അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് തീമോത്തിയോസിനോട്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ദ്രവ്യാഗ്രഹം ഈ ലോകത്തിൽ മനുഷ്യനെ ക്രിസ്തുവിൽ നകറ്റുന്ന ഒന്നാണ് ലോകസ്നേഹം. പ്രിയപ്പെട്ടവരെ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. പ്രിയപ്പെട്ടവരെ, ദ്രവ്യാഗ്രഹം. തിരുവചനം നാം പഠിക്കുമ്പോൾ പല പാപങ്ങൾ വീണവരും പിന്നീട് മടങ്ങി വന്നിട്ടുണ്ട്, ആത്മീയ ജീവിതത്തിൽ അവർ രക്ഷ പ്രാപിച്ചിട്ടുണ്ടെന്നാൽ ദ്രവ്യാഗ്രഹികളായ ചിലരെ കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. അവരാരും മടങ്ങി വന്നതോ യഥാസ്ഥാനപ്പെട്ടതായിട്ട് തിരുവചനത്തിലെങ്കിലും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ദൈവമക്കളെ, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ദൈവമക്കളെ, ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. ഞാനും നിങ്ങളും ഇന്ന് യേശുക്രിസ്തുവിനോട് കൂടെയാണോ? എൻ്റെ ഹൃദയം ശൂന്യമാണോ? അതോ എൻ്റെ ഹൃദയത്തിൽ യേശു വസിക്കുന്നുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടോ? ദൈവമക്കളെ, നിങ്ങൾ നിങ്ങളെ തന്നെ വിശകലനം ചെയ്യണം. അതൊരിക്കലും ശൂന്യമായി കിടക്കരുത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ശൂന്യമായി കിടക്കുകയുമില്ല. ഒന്നുകിൽ പിശാച്, അല്ലെങ്കിൽ യേശുക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ഒന്നുകിൽ ദൈവത്തിന്റെ ആത്മാവ്, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ആത്മാവ്. സഹോദര, നിന്റെ ഹൃദയം ഇന്ന് ആരാണ് അടക്കി ഭരിച്ചിരിക്കുന്നത്? നിങ്ങളുടെ നിക്ഷേപമുള്ളയിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കുമെന്ന് തിരുവചനം പറയുന്നുണ്ട്. സഹോദര, നിന്റെ ഹൃദയം എവിടെയായിരിക്കുന്നത്? അത് യേശുവിനോട് കൂടെയാണോ? ഏകാഗ്രതയുണ്ടോ? നിർമ്മലതയുണ്ടോ? പ്രിയപ്പെട്ട സഹോദര, അവിടെ സ്തുതിയുണ്ടോ? അവിടെ ആരാധനയുണ്ടോ? അവിടെ ദൈവ സാന്നിധ്യമുണ്ടോ? എൻ്റെ കർത്താവിന് സ്തോത്രം. തിരുനാമ മഹത്വത്തിന് വേണ്ടി ചെലവിടുവാൻ നിന്നെ തന്നെ സമർപ്പിച്ചതാണോ? ദൈവമക്കളെ, നമ്മുടെ ജീവിതം നമുക്ക് ക്രമപ്പെടുത്താം. ദൈവ തിരുനാമം മഹത്വപ്പെടുവാനായിട്ട്. ദൈവത്തിന് സ്തോത്രം.